നമസ്കാരം. ഇൻഫെക്ട് ന്യൂസിലേക്ക് ഏവർക്കും സുസ്വാഗതം. നവകേരള പ്രതിഷേധ ക്യാൻവാസ് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ അപ്പോൾ അവരുടെ ഒപ്പുശേഖരണവും പരിപാടികളൊക്കെയാണ്. കൊള്ളക്കാർ പടിയിറങ്ങട്ടെ, പരനാറി ഭരണം, DA കുടിശ്ശികയുടെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, വിലക്കയറ്റം തടയുക, ജനദ്രോഹ സർക്കാരിൻ്റെ അന്ത്യം കുറിക്കും 2026. പരനാറി ഭരണം സീറോ, വെരി ബാഡ്. കൊള്ളക്കാർ പണിയിറക്കട്ടെ, ഇടതുപക്ഷ കാപാലിക ഭരണകർത്താക്കളെ കാലം കാത്തുവെച്ച് കാവ്യനീതി ഞങ്ങൾ നിങ്ങൾക്കെതിരെ നടപ്പിലാക്കിയിരിക്കും 2026 കട്ടായം. ജനദ്രോഹ ഭരണം തുടരട്ടെ. അപ്പോൾ നവകേരള പ്രതിഷേധ ക്യാൻവാസിൽ ചില കാഴ്ചകളാണിത്. അപ്പുറത്ത് CD ഇന്ന് സെക്രട്ടേറിയറ്റിൽ വലിയ പരിപാടികളൊന്നുമില്ല, എല്ലാം ഇങ്ങനെ തളർന്ന് ശുഷ്കമായിരിക്കുന്നു. ജൂൺ 3 ചൊവ്വാഴ്ചത്തെ 10-11 ദൃശ്യമാണ്. വലിയ ഇല്ലാത്തൊരു ദിവസമാണ് ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കിയപ്പോൾ അത് ഒറ്റയ്ക്ക് ഒരാൾ അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം ഇങ്ങനെ അറിയിക്കുന്നുണ്ട്. ഒറ്റയ്ക്കാണ്. വർഷങ്ങളായി, എത്രയോ ദിവസമായി അദ്ദേഹം ഇങ്ങനെ അത് ഓറിയൻ്റൽ ഇൻഷുറൻസുമായിട്ട്, ഒരു ഇൻഷുറൻസ് കമ്പനിയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ളൊരു ഇഷ്യൂ ആയിട്ട് 2790 ദിവസമാണ് അദ്ദേഹത്തിൻ്റെ ഒറ്റയാൾ പോരാട്ടം. അതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു. അതാണ് കഥ. അപ്പുറത്തെ നമ്മുടെ ആശാ വർക്കർമാരുടെ സമരവും ഒരു സൈഡിൽ കൂടെ അത് ഇങ്ങനെ അവിടെ പുരോഗമിക്കുന്നു. ഇന്ന് സെക്രട്ടേറിയറ്റ് നട വളരെ ശുഷ്കമാണ്. അപ്പുറത്ത് CDറ്റിലെ പിരിച്ചുവിട്ട തൊഴിലാളികളുടെ പ്രതിഷേധം അരങ്ങേറുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ സെക്രട്ടേറിയറ്റിലെ കാഴ്ച വളരെ 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 എന്താണ്, ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാഴ്ച. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.